ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വയലറ്റ് പയർ അല്ലെങ്കിൽ മണിപ്പയർ കൃഷിയും അതിൻ്റെ കാഴ്ചകളുമാണ്. ഇത് വയലറ്റ് പയർ വിളവെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനകത്ത് ആ നല്ലതായിട്ട് മൂത്ത പയർ മാത്രമായിട്ട് അതിൻ്റെ കോച്ചിൽ നിന്ന് പിന്നെ ഇങ്ങനെ കൈകൊണ്ട് ഇത് വിടർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പൂവാണ് ആ നീല കളറിൽ കാണുന്നത്. ഇതവിടെ എടുത്തൊരു കൊട്ടയെ വെച്ചിരിക്കുന്നതായി കാണുന്നത്. ഇത് മണിപ്പയർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് മൂക്കാത്ത പയർ എടുക്കുന്നില്ല. മൂക്കാത്ത പയറാണെങ്കിൽ നമ്മൾ സാധന ഓടിച്ചിട്ടാണ് കറി വെക്കുന്നത്. മൂത്ത പയർ പൊളിച്ചിട്ടും അതിൻ്റെ മണിയെടുത്തും കറി വെക്കും. എനിക്കൊന്ന് പയർ കറി എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പയർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വയലറ്റ് പയറിൻ്റെ മണിപ്പയർ വളരെ നല്ലതാണ്. ഇപ്പോൾ തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നതാണ് സാധാരണ കറി വെക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ ഇതുകൊണ്ട് മെഴുക്ക് പുരട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോൾ സ്വല്പം ഈ മൂക്കാത്ത പയറുകൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഒടിച്ചിട്ടും മണിയും കൂടി നമുക്ക് ഈ പിന്നെ വറ്റൽമുളകൊക്കെ ഇടിച്ചിടുന്ന ഒരു അങ്ങനെ നമ്മൾ ചെയ്യുന്ന കറിയാണ് ഏറ്റവും ഇതിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ളത്. മുളകിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് പയർ കറി വയ്ക്കുന്നതിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇതുപോലെ തന്നെ പച്ച കളറുള്ള പയറുണ്ട്. ഇത് വയലറ്റ് കളറാണ്. ഇതിനാണ് മാർക്കറ്റിൽ കുറച്ചും കൂടെ ഡിമാൻഡുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 80 രൂപയ്ക്ക് അടുത്താണ്. 80 രൂപയെങ്കിലും ആകും നമുക്ക് കടയിൽ നിന്ന് ഈ പയറിങ്ങനെ കിട്ടാൻ വേണ്ടി. ഇതിങ്ങനെ ഈ കോച്ചിൽ നിന്ന് അതിൻ്റെ അത് മൂത്തത് മാത്രം ഇങ്ങനെ കൈകൊണ്ട് അടർത്തിയെടുത്ത് അത് കൊട്ടയ്ക്കകത്താക്കി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി അതിനെ ഓരോ കെട്ടുകളാക്കിയാണ് കടകളിലേക്ക് കൊടുക്കുന്നത്. കടകളിൽ നിന്ന് നമുക്ക് ഓരോ കെട്ടഴിച്ചിട്ട് അതിനകത്തു നിന്ന് എടുത്താണ് ഈ 1 കിലോ 1.5 കിലോ 2 കിലോ ഒക്കെ ഇങ്ങനെ നമുക്ക് അവർ തൂക്കി തരുന്നത്. ഈ പയർ കായ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ അതിൻ്റെ നമ്മൾ ആദ്യമേ നില ഒരുക്കി തടയെടുത്ത് അതിനകത്ത് അടിസ്ഥാന വളം ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കളച്ച് റെഡിയാക്കി അതിനകത്താണ് ഈ പയറിൻ്റെ കുരു കുത്തുന്നത്. ഒരു ചൂട്ടിലൊരു 4 പയർ കുരുവെങ്കിലും സാധാരണ നമ്മൾ ഇടാറുണ്ട്. അത് പൊട്ടി കിളിർത്ത് ചുറ്റിനും 4 ഭാഗത്തേക്കും ഇത് പടരും. പടരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കിളിർത്തൊരു 4 ഇല അല്ല ഒരു 8 ഇല ആകുമ്പോഴത്തേനും നമ്മൾ തടം വെട്ടി അതിന് ചുറ്റും ഈ തടം കൂട്ടി നമുക്ക് നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പം അല്ല വളയിടുമ്പോഴത്തേനും വളവും വെള്ളം കൂടെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ തടം കൂട്ടിയിട്ട് അതിനകത്താണ് പിന്നെ വളയിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഈ തണ്ട് പൊട്ടി മുന്നോട്ട് പോകുമ്പോഴത്തേനും ആ തണ്ടയിൽ നിന്ന് വരുന്ന ഇലയുടെ കവിളിൽ എല്ലാം ഇതുപോലത്തെ കോച്ചിലുകൾ മുകളിലോട്ട് പൊങ്ങി വരും. ആ കോച്ചിലാണ് നമുക്ക് ഇങ്ങനെ പയർ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യമേ 2 സൈഡിലേക്ക് ഓരോന്നുണ്ടാകും. അത് ഏതാണ്ട് മുക്കാറാകുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് തന്നെ അതായത് വീണ്ടും ഈ കോച്ചിലിൻ്റെ മുകളിൽ വീണ്ടും ഇങ്ങനെ മുട്ടുണ്ടായി പിന്നെ പൂവായി അത് വീണ്ടും ഇങ്ങനെ ചെറിയ പയറായി മൂത്ത് അങ്ങനെ നമുക്ക് പറിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ കോച്ചിൽ നിന്ന് പതിയെ പയറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ ആ കോച്ചിലുള്ള പൂവുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അത് തെറിച്ചു പോകും. ഇതിപ്പം ഞാൻ എൻ്റെ കസിൻ്റെ പയർ കൃഷിയാണ് കാണുന്നത്. ഞാൻ രാവിലെ കണ്ടത്തിൽ കപ്പ പറിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും കസിനോട് പയറെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതാണ് നേരത്തെ ഇതാണ് കപ്പ ഇട്ടിട്ട് ഇവിടുത്തെ കപ്പ പറിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ ആ കപ്പക്കോലെല്ലാം അവിടെ നിന്ന് മാറ്റി എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇവിടെയാണ് തടയെടുത്ത് പയർ നട്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു 3 നിര കപ്പ ഇടത്തക്ക രീതിയിലാണ് ഇങ്ങനെ ഒരു ഏരി പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്.
നടുക്ക് നിങ്ങൾക്കറിയാം ചെറിയ കമ്പ് പോലെ കിടക്കുന്ന ഭാഗത്തോടെ വേണം നമ്മൾ കപ്പ നട്ട് കഴിയുമ്പം വെള്ളം കയറി കഴിഞ്ഞാൽ നല്ല പെയ്ത്ത് വെള്ളമൊക്കെ ഇറങ്ങിപ്പോകാൻ വേണ്ടി. ഒരുപാട് കിടന്നാൽ വെള്ളം കെട്ടിന്ന് കപ്പ ചീഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഏരി പോലെ ഉണ്ടാക്കിയാണ് നമ്മൾ കപ്പ കൃഷിയും ബാക്കി കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയുടെ ഭാഗത്ത് മാത്രമാണ് നമ്മളിങ്ങനെ നട്ടിരിക്കുന്നത്. അപ്പോൾ പയർ ഒരു 5-6 അടി അടുപ്പിച്ചാണ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ സൈഡിലേക്ക് ഭയങ്കര അകലമുള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോ ചുവട് തമ്മിൽ സകലം എടുത്താലും 2 സൈഡിലേക്ക് നന്നായിട്ട് ഇത് പടർന്നു പൊക്കോളും. ഈ ഒരു പ്രായമാകുമ്പോഴാണ് പതിയെ ഈ കോച്ചിലുകൾ പൊട്ടി ഈ പയറിൻ്റെ പൂവെന്ന് കായായി തുടങ്ങുന്നത്. ഇത് സൈഡിൽ കണ്ടതിൻ്റെ 2 സൈഡിലും ഓരോ നിര വെണ്ട ഇട്ടിട്ടുണ്ട്. വെണ്ടയാണ് ഈ കാണുന്നത്. ഇതിന് പൂവായി തുടങ്ങിയിട്ടുണ്ട് വെണ്ട. എന്നാൽ പയർ പൂവായി തുടങ്ങുന്നതേ ഉള്ളൂ. ഈ നീല കളറിലുള്ളതാണ് പയറിൻ്റെ പൂവ്. ഈ പൂവ് അങ്ങോട്ട് അതങ്ങ് ഇപ്പം വിടർന്ന് നിൽക്കുകയാണ്. അതങ്ങ് ചുങ്ങിയിട്ട് അവിടെ ചെറിയ പയർ ഉണ്ടായി വരും. ഇപ്പോൾ കാണും ഇതിനകത്തേക്ക് ആ വണ്ണം കുറഞ്ഞ് ചെറിയ പയറുകൾ നിൽക്കുന്ന പോലെയുള്ള അത് ഇങ്ങനെ ഒരാഴ്ച ഒക്കെ എടുത്ത് അത് വലുതായി ഇതുപോലെയുള്ള വലിയ മണിയുള്ള നല്ല മണിപ്പറായി കഴിയുമ്പോഴത്തേനും അത് പറിച്ചാണ് നമ്മൾ കെട്ടി ഇപ്പം നമ്മൾ വിൽക്കാൻ വേണ്ടി കടയിൽ കൊടുക്കുന്നത്. എൻ്റെ കസിനും വൈഫും അവർ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അവർക്കൊരു മോളാണ്. മോൾ 8ാം ക്ലാസ്സിലേക്ക് ആയപ്പോഴത്തേനും അവരവിടെ നിന്ന് ഈ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പം ഇപ്പോൾ ഈ പാട്ടത്തിനൊക്കെ ആൾക്കാർ കൃഷി ചെയ്യാനൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അവൻ തന്നെ ഇങ്ങനെ പണിക്കാരെ വെച്ച് ഈ ഓരോ കൃഷികൾ ചെയ്യുമായിരുന്നു. കപ്പയാണ് ഇതിനു മുമ്പ് നട്ടിരുന്നത്. കപ്പ പറിച്ചു. ഇപ്പോൾ കണ്ട ഇനി വെറുതെ കിടക്കണ്ടെന്ന് ഉള്ള രീതി കൊണ്ട് വീണ്ടും ഇപ്പം പയറിട്ടേക്കുവാണ്. ഇവിടെ എല്ലാം ഇടവഴിയൊക്കെ നല്ല മൂത്ത പയറുണ്ട്. ഇങ്ങനെ ഒരു ഭാഗം രാവിലെ ഈ വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് വേണം ഈ പയർ നമ്മൾ അടർത്തിയെടുക്കാൻ. അല്ലെങ്കിൽ വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ വെയിലത്ത് നിന്ന് പയറെടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമില്ല. ഭയങ്കര ചൂടാണ് ഇപ്പോൾ. അപ്പം കുറേ ഭാഗത്തെ ഓരോ ദിവസം എടുക്കും. അടുത്ത ഭാഗത്ത് അടുത്ത ദിവസം എടുക്കും. രാവിലെ എടുക്കും. അത് കഴിഞ്ഞിട്ട് അത് വീട്ടിൽ കൊണ്ട് കെട്ടി അത് വണ്ടിയെ കൊണ്ട് കടകളിൽ കൊടുക്കും. അപ്പോൾ ഒരു സൈഡിൽ എടുത്തു, അടുത്ത ദിവസം അടുത്ത സൈഡിൽ എടുത്തു, അതിൻ്റെ അടുത്ത ദിവസം അടുത്ത സൈഡിൽ എടുത്തു. അത് കഴിയുമ്പോഴത്തേനും പിന്നെ ആദ്യം എടുത്ത സ്ഥലത്ത് എടുക്കാറാവും. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ ഇതായിട്ട് അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ബക്കറ്റ് ഈ സൈഡിലുള്ള വെണ്ടയ്ക്ക ചെത്തിയിടാൻ വേണ്ടിയിട്ടാണ് ബക്കറ്റ് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ഈ കാണുന്ന ആ കോച്ചിലേന്ന് ഇപ്പം പയർ പറിക്കൊണ്ടിരിക്കുന്ന ഇതെന്ന് വീണ്ടും മുകളിലോട്ട് പൂവും മൊട്ട് വന്ന് അത് പൂവായി വീണ്ടും വീണ്ടും മുകളിലോട്ട് അങ്ങനെ പയറുണ്ടാവും. അതുകൂടാതെ ഈ ഇതിൻ്റെ വള്ളി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വീണ്ടും നമ്മൾ നനച്ചു കൊടുക്കുന്നതനുസരിച്ച് വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വള്ളി നീളുന്നതനുസരിച്ച് അതിൽ ഇലയുണ്ടാകും. ആ ഇലയുടെ കവളിൽ വീണ്ടും ഈ കോച്ചിലുണ്ടാവും. ആ കോച്ചിലെ വീണ്ടും പിന്നെ പൂക്കളുണ്ടാവും. പൂക്കൾ വീണ്ടും അത് പയറാവും. അങ്ങനെ നമുക്ക് ഇതൊരു 2 മാസത്തോളം നമുക്ക് കായ ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2 മാസത്തോളം നമുക്ക് പിന്നെ കിട്ടും. ഇപ്പം കണ്ടത്തിൽ ഇതൊക്കെ കണ്ടമാണ്. കണ്ടത്തിലൊക്കെ ആകുമ്പോൾ അടിത്തണമുണ്ട്. നനച്ചു കൊടുത്താൽ അടിയിൽ നല്ല തണുപ്പുള്ള ഇതായതുകൊണ്ട് ഈ വേനൽക്കാലയിലും നല്ല പിന്നെ വിളവ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ വെണ്ട വെച്ചിരിക്കുകയാണ്. വെണ്ട കുറച്ചുകൂടി അങ്ങ് പൊങ്ങിപ്പോയി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മുകളിൽ അതെല്ലാം വെണ്ടയ്ക്കാൻ നിപ്പുണ്ട്. അതവൻ ചെത്താൻ പോകുന്നേ ഉള്ളൂ, ചെത്തിയില്ല. അങ്ങനെ ആ കാണുന്ന പൂവാണ് വെണ്ടയുടെ പൂവ് എന്ന് പറയുന്നത്. ആ പൂവെന്നാണ് ചെറിയ കായുണ്ടായി അത് വലുതായി നമുക്കിങ്ങനെ അതിന്ന് കട്ട് ചെയ്ത് നമ്മൾ പാത്രത്തിലാക്കി എടുത്തുകൊണ്ടാണ് ഇത് കടയിൽ കൊടുക്കുന്നത്. വെണ്ട ഒരു ചുവട്ടിൽ 2-3 വെച്ചിട്ടിട്ടുണ്ട്. ചില ഇനങ്ങൾ ഒരു ചുവടയും തന്നെ 8-10 തണ്ട് പൊട്ടി
അപ്പോൾ അന്നേരം നമ്മൾ ഒരു തവണ എടുക്കുമ്പോൾ തന്നെ ഒരു ചോടിയിൽ നിന്ന് തന്നെ ഓരോ തണ്ടയിൽ നിന്ന് ഓരോ വെണ്ടയ്ക്ക കിട്ടും. അങ്ങനെ കൂടുതൽ ചുമല കളറിലുള്ള വെണ്ടയ്ക്കയുണ്ട്. അത് നല്ലതായിട്ട് ഇങ്ങനെ അകച്ച് ഒത്തിരി പിന്നെ ഇത് ശകലങ്ങളുണ്ടായി അതിനകത്തെല്ലാം നിറയും വെണ്ടയ്ക്ക കിട്ടുന്ന ഇനങ്ങളുമുണ്ട്. ഇത് അടുത്ത സ്ഥലമാണ്. ഇവിടെ കുറച്ചുകൂടി താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ അതിന് പകരം ഇവിടെ താഴ്ന്ന വെള്ളം കയറുന്നതായതുകൊണ്ട് രണ്ട് സൈഡിലും ഈ നമ്മൾ പയർ കാണുന്നുണ്ട്, രണ്ട് സൈഡിലും ആഴത്തിൽ മണ്ണ് കോരി അതാണ് മുകളിലേക്ക് ഇട്ടാണ് ഇവിടെ പൊക്കിയിരിക്കുന്നത്. ഈ ഒരു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പ്രദേശത്ത് വർഷകാലത്ത് ഈ സൈഡിലത്തെ പാത്തി പോലുള്ളതിനകത്ത് എപ്പോഴും വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ കപ്പയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ കപ്പയുടെ ഈ കോലും അതൊക്കെ വേണേൽ നമുക്ക് ആ പാത്തിയിലേക്ക് ഇടാം. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇവിടെ നമ്മളിത് ചുമന്നുകൊണ്ട് കളയേണ്ട ആവശ്യമില്ല. ഇവിടെ എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ചോട്ടിലൊക്കെ നല്ല മൂത്ത പയറുണ്ട്. ഇവിടെയൊക്കെ എടുക്കാനുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ എടുക്കാൻ നിൽപ്പുണ്ട്. ഇതാണ് വയലറ്റ് പിന്നെ മണിപ്പയർ എന്ന് പറയുന്നത്. ഇതൊരു 8-10 വർഷമായിട്ടുള്ള വയലറ്റ് കളറായിട്ടുള്ള ഈ മണിപ്പയർ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രചാരത്തിലായിട്ട്. അതിന് മുമ്പ് നമുക്ക് ഈ പച്ച കളറിലുള്ള തടപ്പയർ നമ്മൾ പറയും. ആ തടപ്പയറൊക്കെയാണ് ഞങ്ങളൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഒരു 8-10 വർഷമായുള്ളൂ ഈ ഒരു വയലറ്റ് കളറിലുള്ള പയർ മാർക്കറ്റിൽ വരാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ഉണ്ടോ എന്നറിയത്തില്ല. നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് 8-10 വർഷമായിട്ടുള്ളൂ. ഇതിന് കുറച്ചുകൂടെ ഒരു പ്രത്യേക ഡിമാൻഡ് കൂടിയുണ്ട്. അത് ഉണ്ടെങ്കിൽ നമുക്ക് വിൽക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് മറ്റു പയറുകളെ അപേക്ഷിച്ച്. ഇത്തരം പയർ മാർക്കറ്റിൽ കുറവാണ് വരുന്നത്. നമുക്ക് ഈ മീറ്റർ നീളത്തിലുള്ള പയറാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ കൃഷി ചെയ്യുന്നത്. ഇവിടെയൊക്കെ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ എടുക്കാനുണ്ട്. മൂത്ത പയർ കിടപ്പുണ്ട്. ഈ കുനിഞ്ഞ് നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നടുവേദനയുള്ളവർക്കൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് കഴിയുമ്പോഴത്തേനും നടു പോകും. ഇവിടെ അടുത്ത സ്ഥലത്ത് വെണ്ടയാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങേ സൈഡിൽ വെണ്ടയുണ്ട്. അതിൻ്റെ അപ്പുറം പിന്നെ പയറാണ്. പിന്നെ അപ്പുറത്തും പയർ. അങ്ങനെ ഈ കാണുന്ന വലതുവശത്തെയും ഇടതുവശത്തെയും കാണുന്ന പാത്തിയിൽ നിന്ന് മണ്ണ് കോരിയാണ് ഇവിടെ ഇട്ടാണ് ഇത്രയും പൊക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ വർഷകാലത്താകുമ്പോഴത്തേനും ഇവിടെ കുറച്ചുകൂടെ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ ആ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന സ്ഥലം സൈഡിൽ നിന്ന് ഇങ്ങനെ കാന് കീറി ഇപ്പുറത്തേക്ക് ഇട്ട് അതിനകത്താണ് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിൽ ഉറച്ചു വരുവാണ്. അതിന് മുമ്പ് എടുത്ത് തീർത്തില്ലെങ്കിൽ ഭയങ്കര വെയിലിൻ്റെ ചൂടായിരിക്കും. ഇത് വെമ്പള്ളിയിൽ വയല പാടശേഖരത്തിലാണ് ഈ കൃഷി വരുന്നത്. അപ്പം എടുത്ത് അത് സൂക്ഷിച്ചല്ലെങ്കിൽ അതിൽ വേറെ പയറുണ്ട്. പിന്നെ അതുകൂടാതെ അതിൽ മുട്ടൂടെ ഉണ്ടെങ്കിലേ പോകും. അതാണ് അത്ര സൂക്ഷിച്ചെടുക്കുന്നത്. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് നമ്മൾ വിരലിൻ്റെ നഖം വെച്ചാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതിൽ പൂവും മുട്ടും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അത് തെറിച്ചു പോകും നമ്മളെടുക്കുന്ന ആ ഒരു ഇതുകൊണ്ട്. വളരെ സൂക്ഷിച്ച് വേണം ഇതെടുക്കാൻ വേണ്ടി. പിന്നെ അത് കൊച്ചിൽ പറഞ്ഞു പോവുകയും ചെയ്യരുത്. അതുകൊണ്ടല്ലേ നമുക്ക് വീണ്ടും കായ്കൾ കിട്ടത്തുള്ളൂ. അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇത് നനയ്ക്കുകയും വേണം. ഭയങ്കര വെയിലായതുകൊണ്ട് കൂടുതൽ നനച്ചാൽ ഇത് താർത്തങ്ങ് പോവുകയുള്ളൂ. ഒത്തിരി വെള്ളം വേണ്ട, എന്നാൽ ആവശ്യത്തിന് വെള്ളം വേണം താനും. അപ്പം നമ്മുടെ ഈ ഒരു ഈ മണിപ്പയറിൻ്റെ ഈ വയലറ്റ് കളർ മണിപ്പയറിൻ്റെ
പിന്നെ ഒരു വീഡിയോ ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.